തികച്ചും വ്യക്തിപരമായ എൻ്റെ അഭിപ്രായമാണ് കേട്ടോ. വൃഷഭ എന്നുള്ള ലാലേട്ടൻ്റെ ഏറ്റവും പുതിയ സിനിമ ഉണ്ട്. ഇത് കണ്ടപ്പോൾ എനിക്ക് എന്താ തോന്നിയെന്ന് അറിയാമോ? രാജാപ്പാട്ട് ബാലെ ഏറവരാതം, അങ്ങനെയാണ് എനിക്ക് ഫീൽ ആയത്. ഇത്ര ഒരു കച്ചറ സിനിമ ഞാൻ ഈ അടുത്തൊന്നും വേറെ കണ്ടിട്ടുണ്ടാവില്ല. അമ്മാതിരി ദുരന്തമായിട്ട് എനിക്ക് തോന്നിയത്. ഈ സിനിമയുടെ ഒരേ ഒരു ഗുണം ആയിട്ട് എനിക്ക് തോന്നിയത് സിനിമ അധികം ദൈർഘ്യമില്ല എന്നുള്ള, പെട്ടെന്ന് പരിപാടി തീർക്കുന്നുണ്ട്. ഫസ്റ്റ് ഹാഫൊക്കെ ചടപടയെന്നും പറഞ്ഞായി, അത് തന്നെ സഹിക്കാൻ പറ്റാണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം എന്നെ സംബന്ധിച്ചിട്ട്. തികച്ചും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് വേറെ ലെവൽ പടമായിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ പോയി മസ്റ്റായിട്ട് ഇത് അനുഭവിച്ചറിയുക. എൻ്റെ അഭിപ്രായം വിലക്കെടുക്കേ വേണ്ട. ഇത് തികച്ചും എൻ്റെ മാത്രം അഭിപ്രായമാണ്. എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ചിട്ട് ഇതൊരിക്കലും ഒരു മോശം സിനിമ ആവുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ പോയി കണ്ടനുഭവിച്ചു. അപ്പോൾ ലാലേട്ടൻ എന്ത് കമ്മിറ്റ്മെൻറ്റിൻ്റെ ബേസിലാണ് ഈ സിനിമ എടുത്തതെന്നൊന്നും ഊരിപ്പെടുത്തൂല. ഇനിയെങ്കിലും ലാലേട്ടൻ നോ പറയാൻ പഠിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കണ്ണപ്പ, അതുപോലെ ഈ വൃഷഭ, ഇതുപോലെയുള്ള സിനിമകളോടൊക്കെ നോ പറയണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. എന്നോട് ചോദിക്കുകയാണെങ്കിൽ അതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് എന്നെ സംബന്ധിച്ചൊരു പ്രോ കാട്ടവരാതമായിരുന്നു. അച്ഛൻ പാസം കാട്ടവരാതം എന്നും കൂടെ വേണമെങ്കിൽ പറയാം. ഒരു ടോക്സിക് മകനും അച്ഛനും എല്ലാം കൊണ്ടിട്ട് ഒരു കച്ചറ അൽക്കുലത്ത് ക്യാരക്ടേഴ്സ്. ആകെ കൊള്ളാമെന്നത് ലാലേട്ടനാ. ഇതിനകത്ത് 3 ലുക്കിൽ കാണാൻ പറ്റും. അതിനകത്ത് 2 ലുക്ക് കുഴപ്പമില്ല എന്ന് പറയാം. ആദ്യത്തെ ലുക്കൊക്കെ രാജാപ്പാട്ട് വൻ ശോകമായിട്ടുള്ള കോസ്റ്റ്യൂംസ് ഒക്കെ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. സെക്കൻഡ് വെർഷൻ ഓഫ് അത് തനി ആറാട്ട് മറ്റേ നെയ്യാറ്റിൻകര ഗോപൻ്റെ ലുക്കും അതേപോലത്തെ ഫൈറ്റും പരിപാടികളൊക്കെ തന്നെയാണ്. കാണാൻ നല്ല ലുക്കാണ്. ആറാട്ടാണെങ്കിലും നമുക്ക് പറയാലോ, ലാലേട്ടനെ കാണാൻ നല്ല ഭംഗിയായിരുന്നു ആ സിനിമയിൽ. അപ്പം ആ ഒരു ലുക്ക് ഇതിനകത്ത് കാണുന്നുണ്ട്. ഇതിനകത്ത് ലാലേട്ടനെ അഭിനയിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വെറുതെ കൊണ്ടൊന്ന് നിർത്തിയേക്കണേ ലാലേട്ടനെ. എനിക്ക് അങ്ങനെയാണ് ഫീൽ ആയത്. ഇതിലെ ക്യാരക്ടർ ഒരു ഒരു നിർവൃകാരനായ ഒരു രീതിയിലും ഒന്നും ഫീലിങ്സും ഇല്ലാത്ത ടൈപ്പ് ഒരു ക്യാരക്ടർ. ലാലേട്ടനെ ആരോ നിർബന്ധിച്ച് അഭിനയിക്കാൻ കൊണ്ടിട്ട് ലാലേട്ടൻ വെറുതെ വന്ന് ഇങ്ങനെ നിന്നിട്ട് പോയേക്കണ പോലെയാണ്. ഈ സിനിമയിൽ ആകെ ഇഷ്ടപ്പെട്ട സാധനം എന്താണെന്ന് ഞാൻ പറയട്ടെ. എനിക്ക് സിനിമ തുടങ്ങുന്നതിന് മുന്നേ ഗോഡ് ഓഫ് ആക്ടിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ലാലേട്ടനെ പുകഴ്ത്തിക്കൊണ്ടുള്ള ഒരു ഇൻട്രോ ഉണ്ട്. അത് മാത്രമേ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളൂ. വേറെ ഒരേറ്റ സാധനം ഇഷ്ടപ്പെട്ടില്ല. ഈ ഒരു ഇൻട്രോന് ശേഷം ലാലേട്ടനെ നിർത്തി അങ്ങോട്ട് അപമാനിച്ചതായിട്ടാണ് എനിക്ക് തോന്നിയത്. ബാക്കി ഒരു ലാലേട്ടൻ ഫാൻ എന്ന നിലയ്ക്ക് എനിക്ക് വന്ന സങ്കടം ഈ സിനിമ കണ്ടിട്ട്, ഇത്തരത്തിലുള്ള പടത്തിലൊക്കെ എന്തിനോട് കൊണ്ടുപോയി ലാലേട്ടൻ തലവെച്ച് കൊടുത്തതെന്നൊക്കെയാണ് ഞാൻ ആലോചിച്ചു പോയത്. അത്രയും അരോചകമായൊരു പടമായിട്ടാണ് എനിക്ക് ഫീൽ ആയത്. അത്രയും അരോചകം. ഇതിനകത്ത് ഗ്രാഫിക്സ് സെറ്റ് ഡിസൈൻ ചെയ്ത ആളെ ഞാൻ സമ്മതിച്ചു. അടിപൊളി സെറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ അത് മാത്രമാണ് എനിക്കൊരു പോസിറ്റീവായിട്ട് പറയാനുള്ളൂ സിനിമയുടെ അകത്ത് നോക്കുമ്പോൾ. കാരണം മറ്റേ ഇൻട്രോ എന്ന് പറഞ്ഞ സിനിമയുടെ അകത്തുള്ള സാധനമല്ല, അതിന് മുന്നേ ഉള്ള ടൈറ്റിൽ കാർഡായിരുന്നല്ലോ. അപ്പോൾ സിനിമയുടെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സെറ്റ് ഡിസൈൻ അല്ലാതെ ഒരേറ്റ സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇതിലെ ഗ്രാഫിക്സ് എന്നൊക്കെ പറഞ്ഞാൽ VFX എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ പൊന്നോ, സിനിമ തുടങ്ങുമ്പോൾ തന്നെ ലാലേട്ടൻ്റെ ഒരു ഇൻട്രോ ഉണ്ട്. എൻ്റെ പൊന്നെ, ഒരുമാതിരി ഈ മാർഷ്മെലോനെ ഇങ്ങനെ ഒരു വയറിൽ കെട്ടിയിട്ട് ഇങ്ങനെ കറക്കി ഇങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ ആവൂല, അതുപോലത്തെ രീതിയിലുള്ള ഒരു ഇൻട്രോ. ആൾക്കാരൊക്കെ ഇങ്ങനെ ഏറിക്കിടന്ന് കറങ്ങാണ്. ഏറെ വരാതെ എല്ലാവരും ഏറില്ല, മിക്കവാറും ഈ സിനിമ ഏറിപ്പോകുന്ന എനിക്ക് തോന്നണത്. എന്തായാലും ഈ സിനിമ OTT വരുമ്പോൾ എല്ലാവരും ഈ സിനിമ എടുത്ത് റോസ്റ്റ് ചെയ്ത് വാർത്ത് പൊരിച്ച് ഒരു വിധമാക്കുമെന്ന് എനിക്കൊരു ഫീലിംഗ് കിട്ടി. പിന്നെ കണ്ണ് കെട്ടായിരിക്കാനാണെന്നുകൊണ്ട് ഇത്തരത്തിലുള്ള സിനിമകൾ എടുക്കണമെന്നുണ്ട്. കുറേ നല്ല സിനിമകൾക്ക് ശേഷം ഇതുപോലെയുള്ള സിനിമകൾ വരുന്നതിൻ്റെ കാരണം അങ്ങനെയൊക്കെയാണെന്ന് എനിക്ക് ഫീൽ ആവണം. എന്തായാലും ലാലേട്ടൻ ഷുഡ് ലേൺ ടു സേ നോ. സ്ക്രിപ്റ്റ് സെലക്ഷൻ ലാലേട്ടൻ ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. ഇത്രയും ഒരു ലെജൻഡറി സ്റ്റാറ്റസൊക്കെ എത്തിയതിന് ശേഷം ഇതുപോലെയുള്ള സിനിമകളൊക്കെ തലവെച്ച് കൊടുക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എനിക്ക് ഒരു കുന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഈ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോഴേക്കും. അത്രയും സെക്കൻഡ് ഹാഫ് കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ കീപ്പ് നിറഞ്ഞി, അങ്ങനത്തെ അവസ്ഥയാണ്. ഞാൻ ഗൂഗിൾ കീപ്പിലാണ് പോയിന്റ്സ് നോട്ട് ചെയ്യണത്. എൻ്റെ പൊന്നോ, അതായത് ഇതിങ്ങനെ നിറഞ്ഞിരിക്കുന്നതാണ്. ഇത് ഞാൻ എന്ത് പറയണമെന്നുള്ള അവസ്ഥയാണ്. ഇതിനകത്തൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഡം 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 ഡം. അപ്പോൾ എനിക്ക് ഈ DUM എന്നല്ല എൻ്റെ മനസ്സിൽ ഇത് കണ്ടുകൊണ്ടിരുന്നിട്ട് എനിക്ക് തോന്നുന്നത് DUMB എന്നുള്ളതാണ്. ഞാൻ പൊട്ടൻ. ഇത് രാവിലെ തന്നെ വന്നിട്ട് കണ്ട എൻ്റെ അവസ്ഥയാണ് ഞാൻ പറയണത് ഇത് കേട്ട് കഴിയുമ്പോഴേക്കും.
അതുപോലെ തന്നെ ഒരു VFX സീനാണ് കേട്ടോ ഇതിനകത്തുള്ള. മറ്റേ പുഷ്പയിലൊക്കെ അഭിനയിച്ചുള്ള മച്ചാൻ ഇങ്ങനെ ചാടിപ്പറന്ന് വരുന്ന ഇൻട്രോ ആണ്. അപ്പം ഒരു സൈഡിൽ നിന്ന് വേറെ ക്യാമറ ആംഗിൾ ആണെങ്കിൽ ഈ മനുഷ്യന്റെ തല ഇങ്ങനെ ഒരുമാതിരി ഇങ്ങനെ കത്രിക വെച്ചിട്ട് ഇങ്ങനെ പേപ്പർ കട്ടൗട്ട് ചെയ്തിട്ട് ഇങ്ങനെ അവിടെ ഒട്ടിച്ച് വെച്ച് എങ്ങനെ ഉണ്ടാവും. അത് പിള്ളേരുടെ കയ്യിൽ മറ്റേ പേപ്പർ മുറിക്കണ കത്രിക കൊടുത്തിട്ട് അവരുടെ ഇങ്ങനെ മുറിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അറ്റം മൂലമൊന്നും ഇല്ലാണ്ട് മുറുക്കി വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവില്ലേ. ഇവിടെ കൂലിയിലേക്കാളും വൃത്തികേടായിട്ട് ഫേസ് ആപ്പ് ചെയ്ത് വെച്ചേക്കണ, ഫേസ് എന്താണ് സ്വാപ്പ് ചെയ്ത് വെച്ചേക്കണ ഞാൻ കാണണം ഇപ്പോഴാണ്. അത്രയും അരോചകമായിട്ട് തോന്നിയ ഒരു സംഭവം. അതുപോലെ തന്നെ ഇതിനകത്ത് ആക്ട്രസ് രാഗിണി ദ്വിവേദി എന്ന് പറഞ്ഞ ആക്ട്രസ് ഉണ്ട്. അത് 3 നടിമാരുണ്ട്. അതിനകത്ത് ഈ ആക്ട്രസ് വന്നിട്ട് വലിയ കാര്യത്തിൽ വലിയ ഡയലോഗ് പറഞ്ഞു. അപ്പോൾ ലാലേട്ടൻ്റെ എക്സ്പ്രഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ട് ആ ക്യാരക്ടറിൻ്റെ ഇവരിതെന്ത് പറയണേ, ഞാനിപ്പോൾ എന്താ ചെയ്യണേ? കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആയിട്ടുള്ള രാജാവ് നിൽക്കണം ഇപ്പം അത് കണ്ടായിട്ടല്ല സഹിക്കൂല എന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് പറഞ്ഞപ്പോൾ ലാലേട്ടൻ ഇത് എന്താ കാണിക്കണേ, എന്തേ കാണിക്കണേ എന്നുള്ള ഫീലാണ്. സത്യസന്ധമായിട്ട് ഞാൻ പറയട്ടെ, ആസ് എ ഹാർഡ് കോർ ലാലേട്ടൻ ഫാൻ ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് മനസ്സിൽ തോന്നുന്ന കാര്യം ഞാൻ തുറന്നു പറയണേ, ലാലേട്ടനെ കൊണ്ട് ഇതുപോലുള്ള രാജാവ് പരിപാടി നടക്കൂല എന്നാണ് എനിക്കിപ്പോൾ തോന്നിയേക്കണത്. കാരണം എപ്പോഴൊക്കെ ഇദ്ദേഹം ഇങ്ങനത്തെ സിനിമകളായിട്ട് വന്നുകൊണ്ടോ അപ്പോഴൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് മാത്രമല്ല ഭൂരിഭാഗം പേർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് എനിക്ക് തോന്നണത്. എനിക്കെന്തായാലും തീരെ ഇഷ്ടപ്പെടാറില്ല. ലാലേട്ടന് ഇത്തരത്തിലുള്ള റോള് ഇണങ്ങുന്നില്ല. ഇപ്പം എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടും MT വാസുദേവൻ നായർ മറ്റേ 2ാം ഊഴത്തിൻ്റെ സ്ക്രിപ്റ്റും കൊണ്ട് പോയി കളഞ്ഞു എന്നുള്ളത്. തിരിച്ചെടുത്തുകൊണ്ട് പോയത് എന്താണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ആ പടം വരണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പം എൻ്റെ അഭിപ്രായത്തിൽ ലാലേട്ടൻ ആ പടം ചെയ്യേണ്ട എന്നുള്ളൊരു വൈബാണ് എനിക്ക് ഇപ്പോൾ കിട്ടണേട്ടാ. കാരണം ലാലേട്ടനെ കൊണ്ട് പറ്റണില്ല. ഈ രാജാപ്പാട്ട് പരിപാടി ലാലേട്ടന് പറ്റിയ പരിപാടിയല്ല. അതിപ്പോൾ എനിക്ക് അങ്ങനെയുള്ള ഫീലാണ്. അതിന് പറ്റിയൊരു മനുഷ്യനോട് ഇന്ത്യയിൽ തന്നെ ഉണ്ട്. അദ്ദേഹത്തിനെ കൊണ്ടാണെങ്കിൽ അത് മാത്രമേ പറ്റുള്ളൂ. ആരാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. പ്രഭാസിൻ്റെ കാര്യമാണ് ഞാൻ പറയണത്. അപ്പോൾ എന്തായാലും അതൊക്കെ ഓരോരുത്തർക്ക് വെച്ചിട്ടുണ്ട്. നമുക്ക് പറ്റാവുന്ന കളസ് കിട്ടാൽ പോരെ. അങ്ങനെയാണ് എനിക്ക് ചോദിച്ച് പോണേട്ടാ. എനിക്ക് അങ്ങനെയാണ് ഫീലാവണേ. എനിക്ക് സത്യം പറഞ്ഞ വിഷമവും ദേഷ്യവും ഒക്കെ കൂടെ വരുന്നുണ്ട്. ഞാൻ മയപ്പെടുത്തി ഞാൻ സംസാരിക്കണേട്ടാ. അതുപോലെ തന്നെ ഒരു കുതിരയുടെ ഒരു VFX സീനുണ്ട് മക്കളെ. എൻ്റെ പൊന്നി, ഹരഹര വീരമല്യമാണ് ഞാൻ ജീവിതത്തിൽ കണ്ടുള്ള ഏറ്റവും പൊട്ട കുതിര VFX എൻ്റെ അഭിപ്രായത്തിൽ. അതിനെ കടത്തി വിട്ടുന്ന രീതിയിൽ ഇതിനകത്തൊരു സ്ഥലം മറ്റേ ജയതിച്ചേട്ടൻ കാണിക്കൂലേ മറ്റേ സിനിമയിലൊക്കെ സുവന്നല എന്നൊക്കെ പറഞ്ഞ പോലെ ഇതിനകത്തൊരു VFX സീൻ എൻ്റെ പൊന്നി. നമ്മുടെ ChatGPT എടുത്തിട്ടുണ്ടല്ലോ, ഐ വോണ്ട് എ വീഡിയോ ഓഫ് 2 ഹോഴ്സ് റൈഡിങ് പേഴ്സൺ ഇൻ നൈറ്റ് എന്ന് പറഞ്ഞു കൊടുത്താൽ ചിലപ്പോൾ എനിക്കൊന്ന് ഇതിനും നല്ലൊരു വീഡിയോ ഉണ്ടാക്കി തരും ChatGPT. അത്ര പ്രോ ലെവൽ ദുരന്തം ഞാൻ കണ്ടായിരുന്നു ഈ സിനിമയിലേട്ടാ. എനിക്ക് ദുരന്തമായിട്ടാണ് തോന്നിയത്, അതാണ് ഞാൻ പറയണത്. അതുപോലെ തന്നെ ഇതിനകത്ത് ലാലേട്ടൻ്റെ ക്യാരക്ടറിനെ ഒരു ഇതിനകത്തുള്ള കുറേ ആൾക്കാർ പൂര ഓവർ ആക്ടിങ് ആണ്. അതായത് ബാക്ക്ഗ്രൗണ്ട് ആക്ടേഴ്സൊക്കെ മാങ്ങ ചെളിക്കുത്തിനേക്കാളും കഷ്ടമാണ്. അതിലൊരു മച്ചാൻ പറയണ ലാലേട്ടനെ വിശേഷിപ്പിക്കുന്ന ലാലേട്ടൻ്റെ ക്യാരക്ടറിനെ വരത്തൻ വജ്ര വ്യാപാരി എന്ന്. അതുപോലെ തന്നെ ഇതിനകത്ത് ജിതേന്ദ്ര, ബാലാജി മോഷൻ പിക്ചേഴ്സ് ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഏക്ത കപൂർ അതുപോലെ തുഷാർ കപൂറിൻ്റെ ഒക്കെ അച്ഛൻ ജിതേന്ദ്ര ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഐ ഫെൽറ്റ് മോർ പ്ലാസ്റ്റിക് ദാൻ വാട്ട് പ്ലാസ്റ്റിക് ഈസ് എന്നുള്ള അവസ്ഥയായിരുന്നു എനിക്ക് പുള്ളിയെ കണ്ടപ്പോഴേക്കും. പുള്ളിയൊക്കെ വിളിച്ചു വരുത്തിക്കൊണ്ടെന്ന് അപമാനിച്ചായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ മുഫാസ ലയൺ കിങ് റെഫറൻസ്. എൻ്റെ പൊന്നെ, മുഫാസനെ ലയൺ കിങ്ങിനല്ല നിർത്തി അങ്ങനെ അപമാനിച്ചിരിക്കുകയാണ്. അത് വെച്ചിട്ട് ഇതിനകത്തൊരു മാസാക്കാൻ നോക്കിയൊരു ഡയലോഗ് ആസായ അവസ്ഥ ഞാൻ കേട്ടായിരുന്നു. മുഫാസ ഡിസ്നി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വല്ല കോപ്പിറൈറ്റ് അടിച്ചു കൊടുക്കും. അമ്മാതി ലെവല് ദുരന്തമാണ് ഇതിനകത്ത് ചെയ്ത് വെച്ചേക്കണമെന്ന് എനിക്ക് ഫീൽ ആയത്. പിന്നെ ഇതിനകത്തുള്ള ഒരു ക്യാരക്ടറുടെ പേരാണ് അപ്പുണ്ണീത ഉപ്പുണ്ണീത മണ്ണുണ്ണി. എൻ്റെ പൊന്നെ, അപ്പുണ്ണി നിന്നെ ഉപ്പുണ്ണി എന്ന് വിളിക്കേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ഇവൻ എന്ത് മണ്ണുണ്ണിയാണെന്നുള്ളതാണ്. അതാണ് അവസ്ഥ. പിന്നെ ഇതിനകത്തുള്ള നടൻ, എൻ്റെ മോനെ ഇജാതി ഒരു കോമഡി പീസ് ക്യാരക്ടർ. ശശിക്കുട്ടൻ എന്നൊക്കെ പറഞ്ഞ അമ്മാര് ശശിക്കുട്ടൻ. അച്ഛനും ക്യാരക്ടറും ശശി, മകൻ ക്യാരക്ടർ അതിലും ശശി. ശശിക്കുട്ടന്മാരുടെ പെരുന്നാളാണ് ഇതിലെ ക്യാരക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇതിനകത്തുള്ള സിനിമയിൽ എനിക്കൊന്ന് ഡയലോഗ് എഴുതിയിരിക്കുന്ന ആൾക്ക് കാര്യം മനസ്സിലായെന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴൊക്കെ പുള്ളി അവസാനം കുറച്ച് ഡയലോഗ് എഴുതി ഞാൻ വായിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും അതിജീവിക്കാൻ സർവേശ്വരൻ സഹായം വേണ്ടി വരുമെന്ന്. എനിക്കങ്ങനെ തോന്നി സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും. ഏത്യസ്റ്റായ എനിക്ക് പോലും തോന്നിയത് ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ വല്ല ദൈവം വന്നതിനെ രക്ഷിച്ചിട്ട് പോകണമെന്നുള്ള അവസ്ഥ പോലെ ആയിപ്പോയി എനിക്ക് സിനിമ കണ്ടപ്പോൾ. പക്ഷെ എൻ്റെ പൊന്നെ അങ്ങനെ കുറേ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഇതിനകത്ത് എന്തെന്ന്
തിലിംഗരായി. എനിക്ക് വയ്യ, എനിക്ക് മതിയായി. ശരി, ഇത്ര എനിക്ക് പറയാനുള്ളൂ. എനിക്ക് സങ്കടം. ആസ് എ ലാലേട്ടൻ ഫാൻ ഐ എം സൂപ്പർ ഡിസപ്പോയിൻറ്റഡ്. എൻ്റെ പൊന്നിലാലേട്ടാ ഇതുപോലുള്ള സിനിമകളും കൊണ്ട് ഇത് വരല്ലേ. എനിക്കിതൊന്നും സഹിക്കാൻ പറ്റാനുള്ള ഇതിൻ്റെ ക്ഷീണം മാറ്റാൻ ഞാൻ ഇനി തുടരും പോയി കാണേണ്ട അവസ്ഥയാണ് എനിക്ക് ഫീൽ ചെയ്യണം. ശരി, എന്തായാലും ഞാൻ പോണേ. എനിക്ക് മതിയായി. എൻ്റെ കുഴപ്പം, എൻ്റെ കുത്തിക്കുഴപ്പമായിരുന്നു രാവിലെ തന്നെ ഈ സിനിമ കാണാൻ ഇറങ്ങിയത്, അതും ഈ ക്രിസ്മസ് ആയിട്ട്. എന്തായാലും എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. എനിക്കെന്തായാലും രാവിലെ തന്നെ ഇപ്പോൾ ഒരു വിഷു വെടിക്കെട്ട് കഴിഞ്ഞ ഒരവസ്ഥയാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. എന്തായാലും ക്രിസ്മസിന് ഒരു അതിഗംഭീര ഓപ്പൺഹൈമർ രാവിലെ തന്നെ ഞാൻ കണ്ടിട്ട് വന്നിരിക്കുകയാണ്. എനിക്കങ്ങനെയാണ് ഇപ്പോൾ ഫീൽ ആവുന്നത്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. നിങ്ങൾ എന്തായാലും പോയി ഇത് കണ്ട് അനുഭവിച്ച് സ്വയം മനസ്സിലാക്കിയോ. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം നേരുന്നു. ഹാപ്പി ക്രിസ്മസ്. ടാറ്റ.